എന്തോ കാണിക്കും ആ സിൽക്ക് സിനിമ ചവിട്ടി തിരുമല്ലോ എന്ന് പറഞ്ഞാൽ ചെയ്യുമല്ലോ ചവിട്ടി തിരുമായിരുന്ന ഞാൻ വിചാരിച്ച ആൾക്കാർ ചവിട്ടി പൊട്ടിക്കുമായിരിക്കും എന്റെ പൊന്നിയൊക്കെ ഞങ്ങൾ ഇത് സ്ഥിരം ചെയ്യുന്ന സാധനം മ്യൂസിക് മ്യൂസിക് പോട്ടെ ഇത്ര നേരം നിന്നെ താഴ്ച എന്റെ കറ താഴടിക്കുന്നത് എടാ അത് കയ്യെത്തുന്നിടത്ത് അടിക്കണം. ഞാൻ കയ്യെത്തുന്നിടത്ത് അടിച്ചാലേ പിന്നെ ബാക്കി ഉണ്ടാവില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു കയ്യടി അടിക്ക്. ഇന്ന് അടുത്തതായിട്ട് വരുന്നു ജയം മരിച്ചപ്പോ വന്നില്ലേ? അയ്യോ ഇല്ലില്ല എനിക്കൊന്നും വരാൻ പറ്റില്ല, ഞാൻ കുറച്ച് തിരക്കാണ്. ജയം മരിച്ചപ്പോ ഞാൻ വന്നില്ല. എന്നാ ഇത് ഞാൻ ഇതിന്റെ അനൗൺസ് ചെയ്തോട്ടെ കറക്റ്റ് കറക്റ്റായിട്ട് പറയാം. എന്നോട് പ്രിയമുള്ളവരെ, ജയം മരിച്ചതിന് ശേഷം നമ്മുടെ മലയാള സിനിമയിലേക്ക് വന്നിട്ട് മണപ്പള്ളി മാറ്റവൻ നമ്പ്യാരുടെ ബാലാട്ടിപ്പട്ടി ഭീമന്റെ അതിനകത്ത് ഇങ്ങനെ പറയുന്നു ബാലാട്ടിപ്പട്ടിയെ ഞാൻ എന്നും ഉണ്ടാകും അങ്ങനെ പറഞ്ഞു. ഭീമരഘു നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഒരു തവളയുടെ ശബ്ദം. ഹലോ സുഹൃത്തെ, നിങ്ങൾ ഞങ്ങൾ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. അതെന്റെ ശിഷ്യനോട് ഭീമന്റെ വോയിസ് പറഞ്ഞല്ലേ? ഭീമന്റെ വോയിസ് ഭീമന്റെ വോയിസ്. സൂപ്പർ സൂപ്പർ. അപ്പൊ താങ്ക് യു. അടുത്തതായിട്ട് വരാൻ പോകുന്നത് കിടിലൻ ഒരു പൊളപ്പ സാധനമാണ്. നിങ്ങൾക്ക് ഉണ്ടല്ലോ ഓട്ടോറിക്ഷ, ഞങ്ങൾക്ക് ഉണ്ടല്ലോ ഓട്ടോറിക്ഷ. അത് തമിഴ്നാട്ടിലെ ഓട്ടോറിക്ഷക്കാരൻ രജനിക്കാന്ത്. கூட்டம் கூட்டமா வரும், ஆனா சிங்களா தான் வரும். പൂച്ചക്കുട്ടി എന്നിട്ട് സിംഗോ എന്നാ ഇത് കൊള്ളാം, കുഴപ്പമില്ല. തമിഴന്മാർ ആരും ഇല്ലാത്തോണ്ട് ഒരു കുഴപ്പമില്ല. തമിഴന്മാരുണ്ടെങ്കിൽ കേറി നമ്മളൊക്കെ അടിക്കും. പ്രിയമുള്ളവരെ, അടുത്തതായിട്ട് വരാൻ പോകുന്നത് നിങ്ങൾ കണ്ട ഞെട്ടും നിന്ന് കിടുകിടാന്ന് വിറയ്ക്കും. അതായത് മലയാള സിനിമയുടെ ആക്ഷൻ ഹീറോ, ഹെലികോപ്റ്ററിൽ നിന്നൊക്കെ ഇങ്ങനെ ചാടി മറിയുന്ന നമ്മുടെ ആക്ഷൻ ഹീറോ ജയ. മുഖം ഉണ്ടായിരുന്നല്ലോ, അതെന്തിയടാ ഇത് ഇങ്ങനെയാണോ വെക്കുന്നത്? അതിന്റെ പഞ്ചും കളഞ്ഞല്ലോ. ഓക്കെയാണോ? അപ്പം പിന്നെയും വരുന്നു ജയാൻ. കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ, സ്വകീയ സ്വരമാധുരി സ്വരമാധുരി. കസ്തൂരി മാനിലി മലസരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു.
ചെറിയ ചാൻസ് കിട്ടുമ്പോഴേ അങ്ങ് കയറി ഉമ്മ വെക്കുക.